മായാവി എന്നല്ലേ പേര്? ഈ മായാവി എന്നുള്ള പേര് മായാവി എന്ന് കൂട്ടിച്ചേർക്കാനുള്ള കാരണം? അമ്മയുടെ പേര് വാസന്തിന്നാ. വിളിച്ച് അങ്ങനെ മായാവി. ഈ ഇലക്ഷന് ജനങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടി, വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടി ചെയ്ത ചെപ്പടി വിദ്യ ഒന്നും അല്ലല്ലോ. അല്ലല്ല, എന്റെ സർട്ടിഫിക്കറ്റ് നെയിമാണ് മായാവി എന്നുള്ളത്. ആ ഇലക്ഷന്റെ കൗണ്ടിംഗ് ഡേയിലൊക്കെ ഞാനും ഹാഷ്മി വിജയകുമാരോട് ഇങ്ങനെ നിന്ന് നമ്മുടെ പാലാ മുനിസിപ്പാലിറ്റിയുടെ ഒക്കെ കാര്യം പറഞ്ഞ സമയത്ത് നമ്മുടെ മായാവിക്ക് എന്ത് സംഭവിച്ചു, മായാവി എവിടെ എന്ന് ചോദിച്ചു. കാരണം മായാവി ജയിച്ചേ എന്ന് പറയണമെന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു ഞാൻ. പക്ഷെ പറ്റി പേര് വൈറലായതിന്റെ ഒരു പ്രശ്നമായിരുന്നു. പേര് വൈറലായപ്പോ ഒരുപാട് പേരിങ്ങനെ ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചു. പ്രതീക്ഷിച്ചവരൊക്കെ എന്റെ നാടിന് പുറത്തുള്ളവരായിരുന്നു. 246 പേര് പെട്ടിയിൽ കയറിയിട്ടുണ്ട്. ബാക്കിയുള്ളവര് ഇതിനെക്കുറിച്ച് നമ്മുടെ ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് സ്ത്രീ പുരുഷൻ എന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭേദമൊന്നുമില്ല. ഈ അഴിമതി എന്ന് പറയുന്ന കാര്യം സ്ത്രീകൾ വന്നാലും നടക്കും. പക്ഷെ അതിന് കുറച്ച് കാഠിന്യം കുറവുണ്ടായിരുന്നു എന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ചില ആളുകൾ പറയും അല്ല പുരുഷന്മാരാണ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ കുറച്ച് പരിമിതികൾ വെക്കും. ഈ സ്ത്രീകൾക്ക് ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സൈബർ ബുള്ളിങ് വരുമ്പോഴൊക്കെ ഉള്ളത് അത് അവരുടെ ഉള്ളിൽ കാണും. പക്ഷേ ഈ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഞാനിപ്പോൾ എന്തെങ്കിലും കിട്ടിയ സാറിന് തിന്നാന്ന് പറഞ്ഞ് ഇത്തിരി ചക്രക്കുടത്തിൽ നിന്ന് സാർ ഇച്ചിരി ടേസ്റ്റ് ചെയ്യും. അത് മനസ്സിൽ കിടക്കുന്നിടത്തോളം സാറിന് ഒരു നെല്ലിക്ക് ചക്രക്കുടത്തിൽ നിന്നിട്ട് ചിലപ്പോൾ എനിക്കും തന്നൂന്നിരിക്കും. അതിപ്പോൾ കപടമായിട്ടുള്ള രാഷ്ട്രീയങ്ങൾ അറിയുമ്പോൾ അതിൻ്റെ ഒരു സുഖമുണ്ട്. അത് പിന്നെ ഒരു വ്യക്തി, എല്ലാ സ്ത്രീകളെയും ഞാൻ പറയുന്നില്ല, ചില വ്യക്തികൾ ഇപ്പോൾ ചെയ്യുന്നു എന്ന് പറയുന്നത് അവർക്ക് അതിൻ്റെ ഒരു രാഷ്ട്രീയത്തിലുള്ളൊരു ബോധവും അല്ല ഇച്ഛാശക്തിയും അല്ലെങ്കിൽ ഒരു കപട രാഷ്ട്രീയം അവർ പഠിക്കുന്നത് കൊണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ അല്ല, ഞാൻ എൻ്റെ കരുത്ത് മൊത്തം ഈ രാഷ്ട്രീയത്തിൽ കാണിക്കുമെന്ന് പറയുന്ന സ്ത്രീകളുണ്ട്. ഈ മാമ്പള്ളി പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, നിങ്ങൾ സ്ത്രീകൾക്ക് വലിയ അറ്റാക്കാ. അതായത് നിങ്ങൾ ഇപ്പൊ മായാവി ജയിച്ചു എന്നിരിക്കട്ടെ, ബാക്ക് സീറ്റ് ഡ്രൈവിംഗിന് ഭർത്താവോടെ കാണുമെന്നാണ് മാമ്പള്ളി ചേട്ടൻ പറഞ്ഞത്. അതിന്റെ ഏറ്റവും കൂടുതൽ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നത് എന്റെ വാർഡിന്റെ രണ്ടപ്പുറത്താണ്. എന്റെ വാർഡിൽ ഞാൻ കയറുന്നിട്ട് മൊത്തം ആളുകൾ ചോദിക്കും ഭർത്താവ് എവിടെ എന്ന്. അപ്പൊ ഞാൻ പറയും ഈ വാർഡിലോട്ട് കയറിയാൽ ഞാൻ കാല് തല്ലി ഓടിക്കും എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ചെന്ന് അവിടുത്തെ വാർഡുകൾ പഠിച്ചു, ഞാനവിടെ നിന്നു. പിന്നെ ജനങ്ങളുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു സാധാരണ ജനത്തിൽ വന്നൊരു ചേച്ചി എന്നോട് പറഞ്ഞ കാര്യമാണ്, മോളെ ഇവിടെ 15 വർഷമായിട്ട് UDF സിറ്റിംഗ് വാർഡാണ്, പിന്നെ നീ ചെറിയ കൈമടക്കം വെച്ചിട്ട് മദ്യമൊക്കെ കൊടുത്ത കാര്യം നടക്കുമെന്ന് അവർ പറയണമെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിലുള്ള രാഷ്ട്രീയ ബോധം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണല്ല സ്ത്രീ അത് ചെയ്യും പുരുഷനത് ചെയ്യും എന്ന് പറയുന്നതല്ല. സാധാരണ ജനങ്ങൾ വിചാരിച്ചിരിക്കുകയാണ് അതിന് സ്ത്രീ വന്നാലും പുരുഷൻ വന്നാലും കൊടുക്കേണ്ടത് കൊടുത്താലേ കിട്ടുള്ളൂ എന്ന് തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്ന ഒരു ജനത നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ അങ്ങനെ ഒരു സ്വീകാര്യത ഉണ്ടെങ്കിൽ സ്ത്രീകൾ കുറച്ചുകൂടെ ലൈറ്റായിട്ട് കറപ്ഷനെ കാണുകയുള്ളൂ എന്ന് പറയുമ്പോൾ അത് തുടക്കമായതുകൊണ്ടാണ്. ഒന്ന് ആലോചിച്ച് ഉറപ്പായിട്ടും നിരത്തുകളിലൊക്കെ നോക്കിയിട്ട് ഞാൻ ഒരിക്കലും സ്ത്രീ വിരുദ്ധതയല്ല, റിയാലിറ്റി. നമ്മൾ നിരത്തുകളിലേക്ക് നോക്കിക്കോളൂ. കഴിഞ്ഞ ഒരു 3-4 അല്ലെങ്കിൽ 5 വർഷം പോലും ആയിട്ടില്ല കൂടുതൽ വാഹനങ്ങൾ സ്ത്രീകൾ ഓടിക്കാൻ തുടങ്ങിയിട്ട്, അല്ലേ? ഏറ്റവും കൂടുതൽ വാഹനങ്ങളുമായിട്ട് സ്ത്രീകൾ നിരത്തിലേക്ക് ഇപ്പോൾ ഒരുപാട് സ്ത്രീകൾ വാഹനങ്ങളുമായിട്ടുണ്ട്. അപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ ആ പുറത്തേക്ക് വരുന്ന മുൻപോട്ട് വരുന്ന ഒരു രീതി തുടങ്ങുന്നതേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ അമ്മ മാതൃവാത്സല്യം ആ സ്നേഹത്തോടു കൂടി സമീപിക്കാമെന്ന് വിചാരിക്കുമ്പോൾ എൻ്റെ ചോദ്യം, അച്ഛൻ്റെ വാത്സല്യം ആരും അനുഭവിച്ചിട്ടില്ലേ? അച്ഛൻ്റെ വാത്സല്യത്തെ പിതൃവാത്സല്യത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നൊരു സൊസൈറ്റിയായിട്ട് നമ്മൾ ചിന്തിച്ച് വളരരുത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.